ഇവിടെ ആരംഭിച്ച് എത്തിയിട്ടുണ്ട്. എൻ്റെ പേര് ബാഹുലി എന്നാണ്. ധനുശ്വരം സ്വദേശിയാണ്. ദേശീയ ഗായകരമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തട്ടാംപ്ലാകത്ത് യക്ഷിയമ്മ ക്ഷേത്രത്തിലാണ്. ഇന്ന് ഉത്സവം ആരംഭിച്ചു. വ്യാഴാഴ്ച രാവിലെയോടെ തന്നെ ഉത്സവം ആരംഭിച്ചു. ഭക്തജനങ്ങളെല്ലാം തൊഴാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദിവാരാധന അല്പമുള്ളിൽ കഴിഞ്ഞു. രാത്രി തുള്ളലുണ്ടായിരിക്കുമെന്ന് ഇനി പറയാം. രാവിലെ കലത്തിൽ പൊങ്കാല ഉണ്ടായിരിക്കുമെന്ന് ഇനി നമുക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. എൻ്റെ വാർത്തയും ഇപ്പോൾ നൽകുന്ന ലൈവാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്താണ് ഞാൻ. യക്ഷിയമ്മ ക്ഷേത്രത്തിൻ്റെ നടയിലാണ് ഞാൻ നിൽക്കുന്നത്. പച്ച, ചുവപ്പ്, മഞ്ഞ ലൈറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൗതുകമായിട്ടുള്ള ലൈറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ദിവസമാണ് ഈ പരിപാടി തുടങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ആ പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരു വൈൻ്റെ അരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്ര കൗതുകമായിട്ടുള്ള ക്ഷേത്രമാണ്. വിളിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു, തെക്കതായിരുന്നു. അത് ശേഷമാണ് ക്ഷേത്രമാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഭക്തജനങ്ങളെല്ലാം തുള്ളൽ കാണാൻ എത്തിയിട്ടുണ്ടെന്ന് പറയാം. ആ ക്ഷേത്രത്തിൻ്റെ നടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത്. ദൃശ്യങ്ങൾ തന്നെ നമുക്കിനി പോകാം. ഇതാണ് ആ ക്ഷേത്രം. മനോഹരമായ ക്ഷേത്രമാണ്. തട്ടാംപ്ലാകം യക്ഷിയമ്മ ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചു. ഭക്തജനങ്ങളെല്ലാം എത്തിയെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്ന ലൈവാണ് നമ്മളിപ്പോൾ നൽകുന്നത്. പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ക്ഷേത്രത്തിന് നടയിലാണ് നിൽക്കുന്ന പച്ച, ചുവപ്പ്, മഞ്ഞ ലൈറ്റുകളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. ഏത് കൗതുകമാറ്റ ഒരു വൈൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അത്ര പൂപ്പട എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജമന്തി പൂവുണ്ട്, അരളിപ്പൂവുണ്ട്, അതുപോലെ തന്നെ ആരം, ഇത് തെറ്റിപ്പൂവ്, ഇതെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ
ഓരോ മാറ്റത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയാം. തുള്ളലിന് വേണ്ടിയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. യക്ഷിയമ്മ ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചതിന് ഭക്തജനങ്ങളുടെ നീണ്ട തിരക്കി തന്നെ കാണുന്നുണ്ട്. രാത്രി തുള്ളലുണ്ട്. അതിനുശേഷം നാളെ രാവിലെ 9 മണിക്കാണ് കാലത്ത് പൊങ്കാല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേയൻ.